തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് KSTA സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച പണം കൈമാറി. കൊല്ലം ജില്ലയിലെ അധ്യാപകരിൽ നിന്നും ശേഖരിച്ച 11,10,225 രൂപയാണ് കൈമാറിയത്. പടിഞ്ഞാറെ കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വീട്ടിലെത്തിയാണ് തുക കൈമാറിയത്. ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിനായി കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച 11,10,225 രൂപയാണ് കൈമാറിയത്. പടിഞ്ഞാറെ കല്ലട വലിയപാടത്തുള്ള മിഥുന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ തുക കൈമാറി. മിഥുന്റെ അച്ഛൻ മനുവും അമ്മ സുജയും ചേർന്ന് തുക ഏറ്റുവാങ്ങി. സ്കൂളുകളിൽ സമഗ്ര സുരക്ഷാ ഓഡിറ്റിന് നടപടിയായെന്നും സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സ്കൂളിലും സുരക്ഷാ ഓഡിറ്റ് വേണം. എല്ലാവരും ഇടപെട്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ കാര്യവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞതുപോലെ ടൂറ് പോയിട്ട് അപകടം ഉണ്ടായി അങ്ങനെ അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻ്റ് ഉണ്ടാകും. പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DG ഇത് സംബന്ധിച്ച് പ്രത്യേക ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഞാനും MLA എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും PTA ഭാരവാഹികളെല്ലാം വിളിച്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിട്ടുണ്ട്. എല്ലാ സ്കൂളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് പ്രവർത്തനം വേണം. ജില്ലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും അക്കാര്യം നടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക ഇടപെടലുമുണ്ടായി. MLA എന്ന നിലയിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലും ജില്ലാതലത്തിലുമെല്ലാം പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, മുൻ MP K സോമപ്രസാദ്, KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, ജനറൽ സെക്രട്ടറി TKA ഷാഫി, കൊല്ലം ജില്ലാ സെക്രട്ടറി B സജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.